നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ നിന്ന് ഏറെ വേദനാജനകമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. സൗദിയിൽ തീപിടുത്തത്തിൽ പ്രവാസിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. റിയാദിലെ കാർ സർവീസ് സ്റ്റേഷനിലുണ്ടായ തീപിടുത്തത്തിൽ തിരുവനന്തപുരം സ്വദേശിയാണ് മരിച്ചത്. മണ്ണാംകോണം സ്വദേശി 52 വയസ്സുള്ള റോബോട്ട് ജോൺ ആണ് മരിച്ചത്. ദീർഘകാലം ഇദ്ദേഹം സൗദിയിൽ ജോലി ചെയ്യുകയായിരുന്നു. എന്നാൽ ഒരു മാസം മുൻപാണ് പുതിയ വിസയിൽ ഇദ്ദേഹം റിയാദിലേക്ക് തിരിച്ചെത്തുന്നത്. ബുധനാഴ്ച പുലർച്ചെയാണ് റിയാദിൽ കാർ സർവീസ് സ്റ്റേഷനിൽ തീപിടുത്തമുണ്ടായത്. സുലൈൽ നാഷണൽ ഗാർഡ് ആശുപത്രിക്ക് സമീപം സനായിലെ സർവീസ് സ്റ്റേഷനുകളിൽ ഒന്നിലാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിബാധയുണ്ടായ സമയത്ത് കാർ സർവീസ് സ്റ്റേഷനിൽ 18 പേരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ റോബോട്ട് ഒഴികെ എല്ലാവരും പുറത്തേക്കോടി രക്ഷപ്പെട്ടിരുന്നു. തീപിടുത്തമുണ്ടായ സമയത്ത് റോബോട്ട് നല്ല ഉറക്കത്തിലായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവർ ഇദ്ദേഹത്തെ വിളിച്ചുണർത്തിയിട്ടാണ് പുറത്തേക്കോടി രക്ഷപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസവും സൗദി തലസ്ഥാന നഗരിയിൽ ഒരു വ്യാപാര കെട്ടിട സമുച്ചയത്തിൽ തീപിടുത്തം ഉണ്ടായി. അൽഫൈഹ ഡിസ്ട്രിക്റ്റിൽ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ബഹുനില കെട്ടിടത്തിലാണ് തിങ്കളാഴ്ച അഗ്നിബാധ ഉണ്ടായത്. കെട്ടിടത്തിൽ വൈദ്യുതി മീറ്ററുകൾ സ്ഥാപിച്ച മുറിയിലാണ് തീ ആദ്യം പടർന്നു പിടിച്ചത്. വൈകാതെ ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റ് ഏറെക്കുറെ പൂർണ്ണമായും കത്തിനശിക്കുകയുണ്ടായി. കെട്ടിടത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കേടുപാടുകൾ സംഭവിച്ചു. സിവിൽ ഡിഫൻസ് യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത്. എന്നാൽ അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നാണ് സിവിൽ ഡിഫൻസ് അറിയിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.